അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചനയ്ക്കാകെ തല പോഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ദീപ്തി വിളിച്ച് പറഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ശില്പ പോയി എന്നറിഞ്ഞിട്ട് എന്നിട്ടും അർച്ചന കോടതിയിലേക്ക് പോവുകയാണ് കേട്ടോ. അതേപോലെ തന്നെ വിജയശങ്കറും കൂടെയുണ്ട്. ജഡ്ജി ഇങ്ങനെ അച്ചുവിൻ്റെ കാര്യങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ്. അതേ സമയത്ത് അച്ചു അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അർച്ചനയ്ക്ക് എങ്ങനെയെങ്കിലും അച്ചുവിനെ അവിടെ നിന്ന് രക്ഷിക്കണം, അത് മാത്രമേ അർച്ചനയുടെ മനസ്സിലുള്ളൂ. അതേസമയം അർച്ചന പറയും, കുറഞ്ഞ കാലയളവിൽ തന്നെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള പേര് അച്ചു നേടിയിട്ടുണ്ട്, അത് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഒരുപാട് അച്ചുവിൻ്റെ നല്ല ക്വാളിറ്റികളെല്ലാം തന്നെ നമ്മുടെ അർച്ചന അവിടെ വിളിച്ച് പറയുകയാണ് കേട്ടോ. അതേസമയം ഇതെല്ലാം കേട്ടിട്ട് വിജയശങ്കറാണെങ്കിൽ ഒപ്പം തന്നെ വാദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയും അച്ചു പുറത്ത് വരരുത് എന്നാണ് വിജയശങ്കറിൻ്റെ ആവശ്യം. അതേ സമയം ശില്പയോട് വിജയശങ്കർ പറയുകയാണ്, അവിടെ വന്ന് പറയേണ്ട കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമായി തന്നെ പറയണം. കാരണം അവിടെ എന്തെങ്കിലും അർച്ചന പല ചോദ്യങ്ങളും ചോദിക്കും, പക്ഷേ നീ അതൊന്നും പറയരുത്, നിന്നെ ആരും തന്നതല്ല, നീയെ അച്ചുവിനെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് നീ പറയണം എന്ന് ശില്പയോട് വിജയശങ്കർ പറയണം കേട്ടോ. വിജയശങ്കർ ആ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ശില്പയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മനോഭാവമാണ് ശില്പയുടെ മുൻപിൽ. പക്ഷേ വിജയശങ്കർ കരുതിയ പോലെ ഒന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത്. കാരണം ശില്പ വന്നിട്ട് അർച്ചന ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം ശില്പ മണിയായിട്ട് പറയും കേട്ടോ. ഇതിൽ അച്ചുവിന് അർച്ചന അവിടെ നിന്നും ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് അച്ചുവിനും അതേപോലെ തന്നെ അർച്ചനയ്ക്കും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ചന്ദ്രയ്ക്കും വിജയശങ്കറിനും വെറും നിരാശ മാത്രമാണ് സംഭവിക്കാനുള്ളത്. അതേസമയം മഞ്ജു ആണെങ്കിൽ അവിടെ ചൊറിഞ്ഞിട്ട് ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ്. മഞ്ജു മരുന്ന് മാറിക്കഴിച്ച കാര്യം മഞ്ജുവിന് ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്നത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?